ഞങ്ങൾ നിവേദനം സമർപ്പിച്ചു. ഒപ്പം അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചു. നമുക്ക് എങ്ങനെയാണ് ഈ 5 ഡിസ്കഷൻ നടന്നിട്ടുണ്ടല്ലോ, ആ ഡിസ്കഷൻ്റെ മുന്നോട്ടുള്ള ഗതി എന്താണെന്ന് ഇങ്ങോട്ട് ചോദിച്ചപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ ആ ഡിസ്കഷൻ്റെ കഴിഞ്ഞ ഏറ്റവും അവസാനം നടന്ന ഡിസ്കഷൻ്റെ മിനിറ്റ്സ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അദ്ദേഹം അത് വായിച്ച് ഞങ്ങൾ കേൾപ്പിച്ചു. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഡിസ്കഷൻ്റെ വിശദാംശങ്ങളാണ്. അപ്പോൾ അത് ഒരു 3 മാസത്തിനുള്ളിൽ ചില കാര്യങ്ങൾ നടത്താമെന്നുള്ള കമ്മിറ്റി വയ്ക്കാം തുടങ്ങിയ കാര്യങ്ങളും. തത്വത്തിൽ ഓണറേറിയം വർധന ഗവൺമെൻറ് അംഗീകരിക്കുന്നുണ്ട്, തത്വത്തിൽ അംഗീകരിക്കുന്നുണ്ട് എന്നതിൽ തുടക്കത്തിൽ പറയുന്നുണ്ട്, അതിൻ്റെ മിനിറ്റ്സിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സമരത്തിലൊരു അവസാനിപ്പിച്ചുകൂടെ എന്നുള്ളതാണ് മിനിസ്റ്ററുടെ ഒരു അഭിപ്രായം. ഞങ്ങളപ്പോൾ അഭിപ്രായം തിരിച്ചു പറഞ്ഞു. ഞങ്ങൾ വളരെ താന്നിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടായിക്കൊണ്ടേ പോകാൻ പറ്റുള്ളൂ. ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഓണറേറിയം വർധനവ് അത് ഗവൺമെൻറ് അംഗീകരിക്കണം. അതേപോലെ തന്നെ പിരിഞ്ഞു പോകുമ്പോൾ ഒരു തുക അവർക്ക് നൽകണം. ഈ 2 കാര്യത്തിൽ ആണ് ഞങ്ങൾ നിൽക്കുന്നത്. അത് വീണ്ടും പരിഗണിക്കണം. അതിനുവേണ്ടി മിനിസ്റ്റർ, തൊഴിലുറപ്പ് മിനിസ്റ്റർ എന്ന നിലയ്ക്ക് ഇതിൽ ഇടപെടണം എന്ന് വീണ്ടും പറയുകയുണ്ടായി. അദ്ദേഹം അവസാനിപ്പിച്ചത് ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ട് സംസാരിക്കാം എന്നാണ്. അതിനുശേഷം ഞങ്ങളോട് നിങ്ങളും ആലോചിക്കൂ എന്ന് പറഞ്ഞാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് ഇന്ന് നടന്നിട്ടുള്ള കാര്യങ്ങൾ. ഞങ്ങളവിടെ ഞങ്ങളുടെ ആലോചന ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞങ്ങൾക്ക് ഈ ഓണറേറിയം വർധനവ് കിട്ടിയേ ഞങ്ങൾക്ക് സമരം അവസാനിപ്പിക്കാൻ കഴിയുള്ളൂ. ഈ കാര്യം അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിലെല്ലാ വശങ്ങളും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. മിനിസ്റ്റർ അത് വളരെ വ്യക്തമായിട്ട് കേൾക്കുകയും അദ്ദേഹത്തിന് അത് അറിയുകയും ചെയ്യാം. കാരണം തൊഴിൽ മേഖലയിൽ പ്രത്യേകിച്ചും ട്രേഡ് യൂണിയൻ നേതാവെന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് അതിൻ്റെ വശങ്ങൾ അറിയാം. ഒരു തൊഴിൽ സമരം അവസാനിപ്പിക്കുമ്പോൾ എങ്ങനെയാണത് കഴിയാന്നുള്ളത് അദ്ദേഹം മിനിസ്റ്ററായിട്ട് സംസാരിക്കാം എന്നാണ് പറഞ്ഞത്. അതെ അതെ ഇല്ല, ഞങ്ങളിപ്പോഴും അത് അംഗീകരിക്കുന്നില്ല. വർധനവ് പ്രഖ്യാപിക്കണം, അത് തീർച്ചയായിട്ടും പറഞ്ഞു. വർധനവ് പ്രഖ്യാപിക്കണം എന്നാണ്. അതെ, സമരം തുടരാൻ നിർബന്ധിതരാണ് ഞാൻ. അങ്ങനെ തുടർ ചർച്ച ഉണ്ടാവില്ല എന്ന് പറഞ്ഞുണ്ടോ? അങ്ങനെ പറയില്ല എന്ന് അങ്ങനെ സാധ്യതയില്ലെന്നാണ്. കാരണം എവിടെ എത്തുന്നില്ലെങ്കിൽ തുടർ ചർച്ച ഉണ്ടായേ പറ്റുള്ളൂ. ഞങ്ങൾ ഓണറേറിയം വർധനവ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ്. അവിടെ ഇരിക്കുന്ന ആശാവർക്കർമാർ, ഈ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കേരളത്തിൽ അങ്ങോളമുള്ള ആശാവർക്കർമാർ ഓണറേറിയം വർധനവ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡായിട്ടാണ് കാണുന്നത്. ആ വർധനവ് കൊണ്ടുവരാൻ സർക്കാരിന് ബുദ്ധിമുട്ടില്ല. കാരണം എല്ലാ ബജറ്റിലും വർധനവ് വരാറുണ്ട്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ബജറ്റുകളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഒരു വലിയ പ്രശ്നങ്ങളില്ല, അവർ പ്രഖ്യാപിക്കാൻ കഴിയുന്നതാണ്. ഞങ്ങൾ കരുതുന്നത് തൊഴിലുറപ്പ് മന്ത്രി ഞങ്ങളുടെ വികാരം മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ്. ഞങ്ങൾ മുമ്പോട്ട് വച്ചിരിക്കുന്ന കാര്യങ്ങളുടെ അവസ്ഥ, അതിൻ്റെ ജെന്യൂനിറ്റി അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം അതിനു വേണ്ടിയുള്ള ഒരു ഇനിഷ്യേറ്റീവ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അവതരിപ്പിച്ചു, തീർച്ചയായിട്ടും പറഞ്ഞു. ഞങ്ങൾ താഴ്ന്ന കാര്യം പറഞ്ഞു. ഞങ്ങൾ 21,000 ആവശ്യപ്പെട്ടെങ്കിലും കഴിഞ്ഞ ചർച്ചയിൽ ഒരു കമ്മിറ്റിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങളൊരു 3,000 ആദ്യം പ്രഖ്യാപിക്കും, ബാക്കി നമുക്ക് കമ്മിറ്റി വന്നിട്ട് ആ കമ്മിറ്റിക്ക് വിടാം. ആ രീതിയിലാണ് ഞങ്ങൾ അവസാനിപ്പിച്ചത്. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോഴും ഈ ചർച്ചയിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. അദ്ദേഹത്തെ അതെ അതെ അതെ
ഇല്ല, അങ്ങനെ സർക്കാർ പറഞ്ഞിട്ടില്ല. താഴോട്ട് പോകണമെന്നും പറഞ്ഞില്ല. ഇല്ല, ഞങ്ങൾക്ക് ആലോചന ഇല്ല. ഞങ്ങൾ ഏറ്റവും ലീസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ലീസ്റ്റാണ് പറഞ്ഞത്. സർക്കാർ എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും അവരുടെ ഒരു കഴിഞ്ഞ ഇതിൻ്റെ മിനിറ്റ്സ് മാത്രമേ കണ്ടുള്ളൂ. അവർ ഉത്തരവായിട്ടൊന്നും കണ്ടില്ല. മിനിറ്റ്സ് അധികം വായിക്കുക ഞങ്ങൾക്ക് കിട്ടിയില്ല. കഴിഞ്ഞ ചർച്ചയുടെ മിനിറ്റ്സ് ഞങ്ങൾക്ക് കിട്ടിയില്ല. തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ കയ്യിലുണ്ടായിരുന്നത്. അദ്ദേഹം അത് വായിച്ച് കേൾപ്പിച്ചു. കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തായിട്ടില്ല, നിയോഗിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ചെയ്യാൻ സാധ്യത യൂണിയനുകൾ ഇപ്പോൾ ആ ചർച്ചയിൽ പങ്കെടുത്ത യൂണിയനുകളായിട്ടും കൂടി ആലോചിച്ചിട്ട് അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യത്തുള്ളൂ എന്നാണ് മിനിസ്റ്റർ ഇപ്പോൾ പറഞ്ഞത്. ഉടനടി ഇല്ല, അങ്ങനെ പറഞ്ഞില്ല. നമ്മളുമായിട്ടും കൂടി ആലോചിച്ച് തീരുമാനിച്ചിട്ടേ ചെയ്യത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ഇപ്പം 3 മാസം എന്ന് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം വേണമെങ്കിൽ സംസാരിച്ച് അത് ഒരു മാസത്തിനുള്ളിൽ ഒരു ഇത് നടത്തി അനൗൺസ് ചെയ്യാവോ എന്നുള്ളത് ധനകാര്യ മന്ത്രിയോടും ആരോഗ്യവകുപ്പ് മന്ത്രിയോടും സംസാരിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇല്ല, അത് നമ്മൾ ആലോചിച്ച് പറയേണ്ടുന്ന കാര്യമാണല്ലോ. അവരുടെ തീരുമാനം തീരുമാനമായി വന്നില്ലല്ലോ. അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം മാത്രമല്ലേ പറഞ്ഞത്. ഇല്ല, അത് അന്നേരമല്ലേ തീരുമാനം വരുമ്പോഴല്ലേ. ഇപ്പൊ തീരുമാനം വന്നിട്ടില്ലല്ലോ. അല്ല, അത് ആരോഗ്യമന്ത്രിയോടും നമ്മൾ വിഷയം അവതരിപ്പിക്കുമ്പം വിഷയം അറിയുന്നുണ്ടല്ലോ. ആശാ വർക്കർമാർ നേരിടുന്ന പ്രശ്നം എന്താണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിക്കും അറിയാം. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധിയാണ് പറഞ്ഞത്. മിനിസ്റ്ററോട് സംസാരിച്ചപ്പോഴും മിനിസ്റ്റർ അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി ഉയർത്തിക്കാട്ടിയില്ലെങ്കിലും ബുദ്ധിമുട്ടാണ് എന്നുള്ളത് പറഞ്ഞു. നമ്മൾ മിനിസ്റ്ററോട് പറഞ്ഞത് ഇപ്പോൾ ഒരു തുക പ്രഖ്യാപിച്ചാൽ അത് പ്രാബല്യത്തിൽ വരുമ്പോഴത്തേക്ക് എന്തായാലും 2-3 മാസമാകും. ഇല്ല, കമ്മിറ്റി അംഗീകരിക്കുന്നില്ല എന്ന് അങ്ങനെയല്ല പറഞ്ഞത്. കമ്മിറ്റി നമ്മൾ പറഞ്ഞത് ഓണറേറിയം വർധനവും വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി പഠനം നടത്തിയിട്ട് അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ അങ്ങനെയല്ല പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഓണറേറിയം എല്ലാ ബജറ്റിൽ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന സമയങ്ങളെല്ലാം വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു കമ്മിറ്റിയുടെ ആവശ്യമില്ല. മറിച്ച് അന്ന് നടന്ന ചർച്ചയിൽ ആ വിഷയം മാത്രമല്ല, ആശാവർക്കർമാർ അനുഭവിക്കുന്ന മുഴുവൻ വിഷയങ്ങളും കൂടി എടുത്തിട്ട് ചർച്ച ചെയ്താണ് അവിടെ ചർച്ച വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത്തരം ഒരു കമ്മിറ്റിയെ കുറിച്ച് ഉള്ള ഒരു നിർദ്ദേശം വരികയും ബാക്കി കാര്യങ്ങളിൽ ആ കമ്മിറ്റിയെ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഈ 2 വിഷയങ്ങളിൽ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇല്ല, അത് ഓണറേറിയം വർദ്ധിപ്പിക്കണം. അത് അദ്ദേഹം അങ്ങനെ സംസാരിച്ച് നോക്കാം എന്നാണ് പറഞ്ഞത്. അത് തീരുമാനമായിട്ട് വന്നിട്ടില്ല. അതായത് നമ്മൾ നടത്തിയ ചർച്ചയുടെ അഭിപ്രായത്തിൽ നമ്മുടെ ഒരു റിക്വസ്റ്റൊക്കെ മാനിച്ച് അദ്ദേഹം അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് പരിശോധിച്ച് നോക്കാം, അവരുമായിട്ട് സംസാരിക്കാം എന്നാണ്. എന്തായാലും വളരെ പോസിറ്റീവായിട്ടാണ്, വളരെ അനുഭാവപൂർവമായി, വളരെ കോർഡിയലായിട്ടുള്ള ഒരു ഡിസ്കഷനായിരുന്നു. വളരെ നന്നായിട്ടാണ് പോയത്.